നമസ്കാരം, മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കയറി പോന്നോളി. സുഹൃത്തുക്കളെ, വളരെ സീരിയസ് ആയി എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. സീരിയസ് ആയി തന്നെ നിങ്ങൾ ഇത് കാണുക. സഖാക്കളെ, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ജി സുധാകരൻ സഖാവ് എഴുതിയ ഏറ്റവും പുതിയ കവിത മറ്റുള്ളവരെ അടിച്ചിട്ട് വിപ്ലവം എന്ന് പറയുന്നത് ഊച്ചാളിത്തരം. നവകേരള സദസ്സിൽ നിന്ന് ചീന്തിയെടുത്ത പുറം പൊളിയുന്ന അടികൾ എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ജീവൻ തുടിക്കുന്ന വരികൾ നിങ്ങൾ കേൾക്കുക. ആ കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി കീറ്റാം. കശുവണ്ടി പാലിൽ കുതിർത്ത് 3 നേരം മൃഷ്ടാനം വെട്ടി വിഴുങ്ങിയ മുഖ്യ തിന്നിട്ടെല്ലിനിടയിൽ കയറി ഗടാഗടിയന്മാരെ ഇറക്കി തല്ലി ഓടിക്കടാവന്മാരെ തല്ലി ഓടിക്കു മക്കളെ നിഗർജനം. ഇതാണ് കേരള മോഡൽ രക്ഷിക്കൽ, ഇതാണ് CPM സ്പോൺസേർഡ് രക്ഷിക്കൽ. കാക്കിയുടെ നാറ്റം മൂക്കിൽ പോക്കുവയിൽ ചാക്കിലാക്കി, കാക്കിക്കുപ്പായത്തിൽ ചോരക്കറ, ലാത്തിക്കോ ഘടോൽഗജ ചക്രവാളം, ഉരുട്ടലിൽ നിർഗുണ ഭണ്ഡാരങ്ങൾ, ലവന്മാരുടെ കൂമ്പിനിട്ട് മുട്ടുകാൽ കയറ്റി. ഇതാണെന്റെ വിപ്ലവം, ഇതാണെന്റെ കെ സ്റ്റൈൽ രക്ഷിക്കൽ. അരെ വാ വാ, എങ്ങനെയുണ്ട് എന്റെ കവിത? സുധാകർ സഖാവേ, ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനിയും വരില്ലേ ഇതുപോലത്തെ കവിതകളുമായി? സുധാകരൻ ജിയുടെ കവിത കേട്ടിട്ട് മുഖ്യൻ ഒരു കവിത എഴുതുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. കവിതയുടെ ടൈറ്റിൽ വെട്ടി നിരത്താനുള്ള ലിസ്റ്റുകൾ, ആദ്യ പേരുകാരൻ സുധാകരൻ. ഇതായിരിക്കും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കേൾക്കുക. 36 ദിവസം ഊരെ തെണ്ടി നടന്ന് AKG കാവിൽ ക്ഷീണിതനായി എത്തിയ മുഖ്യന് ജി സുധാകരൻ സഖാവ് വക ചെറിയ വെടി 4, വലിയ വെടി 4 ടപ്പ ടപ്പയെന്ന് പൊട്ടിക്കൊണ്ടിരിക്കുവാടേ. സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തുള്ളവർക്കും സ്വീകാര്യനായിരിക്കണം കേട്ടോ. മറ്റുള്ളവരെ അടിച്ചിട്ട് വിപ്ലവമാണെന്ന് പറയുന്നത് ശരിയല്ല. 5-6 പേര് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ? അങ്ങനെ പാർട്ടി വളരുമെന്ന് ചിലർ കരുതുകയാണ് കേട്ടോ. ആ പോയിന്റ് നിങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കുക. മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുമോ? കണ്ണൂരിൽ എവിടെയെങ്കിലും ഉണ്ടായേക്കാം കേട്ടോ, കണ്ണൂരിൽ. പക്ഷെ ആലപ്പുഴയിലെങ്ങും ഇല്ല. സുധാകര, ഇത് മൈക്കിലൂടെ വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമോ തനിക്ക്? ഇല്ല മുഖ്യ, ഫലം പോകും. അതുകൊണ്ടാ. എങ്ങനെയുണ്ട് ആ ചെറിയ വെട്ടി 4, വലിയ വെട്ടി 4? ഏറ്റിട്ടുണ്ട്. ഗോവിന്ദ, താൻ അറിഞ്ഞോ? ഞാൻ പെട്ടു. അതങ്ങനെ 36 ദിവസം കൊണ്ട് കെട്ടിപ്പൊക്കിയ ബിൽഡപ്പ് കൂട്ടത്തിലുള്ളവർ തന്നെ പൊള്ളിച്ചടുക്കി കൈ കൊടുത്തു. മുഖ്യന്റെ ഓരോരവസ്ഥകൾ. അല്ലേലും സുധാകരൻ സഖാവ് പൊളിയ. പിണറായിയോട് പറയാനുള്ളതൊക്കെ മൂപ്പര് കവിതയിലൂടെ വെച്ച് കീച്ചി പലപ്പോഴും പണി കൊടുത്തിട്ടുണ്ട്. ജി സുധാകരനെ വെട്ടി നിരത്താൻ വേണ്ടി അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഇരുത്താൻ നോക്കിയപ്പോൾ ഒരു കവിത മൂപ്പരെഴുതി, നേട്ടവും കോട്ടവും. അതിലെ പ്രസക്ത ഭാഗം ഇതാണ്. ഞാൻ വീണ്ടും കീച്ചാം. കവിത എന്റെ ഹൃദയാന്തരങ്ങളിൽ മുളകൾ പൊട്ടുന്നു, കാലദേശാതീതയായി. വളവുമിട്ടില്ല, വെള്ളവും ചാർത്തിയില്ല, അവഗണനയിൽ മുകുളം കൊഴിഞ്ഞുപോയി. ഒരു തരത്തിലും നന്ദി കിട്ടാത്തൊരാ പണികളൊക്കെ നടത്തി ഞാൻ എൻ്റെ ഈ മഹിത ജീവിതം സാമൂഹ്യമായെന്ന് പറയും. സ്നേഹിതർ സത്യമതെങ്കിലും. അരെ വാ വാ, വീണ്ടും അരെ വാ വാ. സുധാകർ സഖാവേ, ഇടയ്ക്കിടെ ഇതുപോലെ കവിത എഴുതി മൂക്കിനെ കോൾമയിർ കൊള്ളിക്കുക കേട്ടോ. ആ വരികൾക്കിടയിൽ ഒളിപ്പിച്ച രാഷ്ട്രീയം രായാവിനെ കൂത്തുന്നുണ്ടോന്നൊരു സംശയം. കൊച്ചു ഗള്ളൻ, ഇത് വല്ലാത്ത ഭയം തന്നെ കേട്ടോ. ഇതിപ്പോൾ പിണറായിക്ക് ഇട്ട് വെച്ച് വീണ്ടും സുധാകരൻ പഞ്ച് ഡയലോഗ് അടിച്ചതോടെ ഗോവിന്ദനുള്ളിൽ ചിരിക്കുന്നുണ്ട്. അത് നമുക്കറിയാം. ഞാൻ കൊടുക്കണമെന്ന് വെച്ചതാ, താൻ കൊടുത്തല്ലോ. നന്ദിയുണ്ട് സുധാകര, നന്ദിയുണ്ട്. ഞാനൊന്ന് മുഖ്യനായിക്കോട്ടെ, തന്നെ ഞാൻ ധനുകാര്യം തന്നെ ഏൽപ്പിക്കും. സുധാകരൻ പഞ്ച് ഡയലോഗ് അടിച്ച് കത്തി കയറിയതോടെ മുഖ്യൻ ക്ലിഫ് ഹൗസിൽ മോങ്ങല. നവകേരള സദസ് പൊളിഞ്ഞങ്ങ് അടുങ്ങിയടെ. ഇനിയും ഇതുപോലത്തെ പല കവിതകളും നിങ്ങളുമായി എനിക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പൊ കാണാം.